യാ ഖാദിറു എന്ന ഇസ്മിന് മാത്രമായി മഹാന്മാർ ധാരാളം പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് ശരീരത്തിന് ആരോഗ്യം കുറഞ്ഞ ഒരു മനുഷ്യൻ, ബലഹീനനായ ഒരാൾ യാ ഖാദിർ എന്നുള്ള പേര് വിളിച്ചാൽ അത് കാരണമായി അല്ലാഹു തആല അവന് ആരോഗ്യം കൊടുക്കുമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യമുള്ള വ്യക്തിയാക്കി അവനെ മാറ്റിയെടുക്കും. അതിനെന്ത് ചെയ്യണം? ശരീരത്തിന് ബലം കിട്ടാനും ആരോഗ്യം ലഭിക്കണമെങ്കിൽ അവൻ ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിക്കുക. ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുക. ഇനി ഒന്നുമില്ലെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം 100 പ്രാവശ്യം യാ ഖാദിർ യാ അല്ലാഹ് എന്ന് വിളിക്കുക. എന്നും അങ്ങനെ ചൊല്ലുക, യാ ഖാദിർ യാ അല്ലാഹ്. അവസാനം ശരീരത്തിലേക്ക് ഊതുക. ഒന്നുകിൽ ശരീരത്തിലേക്ക് ഊതുകയോ അല്ലെങ്കിൽ കൈയിന്റെ അടിയിലേക്ക് ഊതി ശരീരം മൊത്തം ഒന്ന് തടവുകയോ ചെയ്യുക. നമ്മൾ തടവാൻ കഴിയുന്ന സ്ഥലം അത്രയും നമ്മൾ തടവുക. ഇങ്ങനെ നിത്യവും ചെയ്താൽ അവന്റെ ശരീരത്തിന്റെ ബലഹീനത മാറി നല്ല ആരോഗ്യമുള്ള ശരീരമായി മാറും. നല്ല ആരോഗ്യം അവന്റെ ശരീരത്തിനും അവന്റെ മനസ്സിനും അല്ലാഹു തആല കൊടുക്കും എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ പണച്ചെലവില്ലാത്ത, നമുക്ക് കുറഞ്ഞൊരു സമയം, ഒരു 5 മിനിറ്റ് വേണ്ട, അതിനേക്കാൾ കുറഞ്ഞ സമയം നാം ഒന്ന് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ കഴിയും. എന്തും ചെയ്യാൻ കഴിയാത്തൊരു തളർച്ച ബാധിച്ച ഒരാളാണ്, അയാൾക്കും ഈ രൂപം തന്നെ ചെയ്യാവുന്നതാണ്. നല്ല തളർച്ച ബാധിച്ച ഒരാൾക്ക് ഈ രൂപത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അത് നിന്ന് നിസ്കരിക്കാൻ പറ്റുമ്പോൾ നിന്ന് തന്നെ നിസ്കരിക്കാം, അല്ലെങ്കിൽ കിടന്നോ അല്ലെങ്കിൽ ഇരുന്നോ, ഏത് രൂപത്തിലാണ് നിസ്കരിക്കാൻ കഴിയാം ആ രൂപത്തിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 100 പ്രാവശ്യം ഈ ദിക്ർ യാ ഖാദിർ യാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ചെയ്യുക. ഈ ദിക്റിലൂടെ ശരീരം മൊത്തം തടവുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൻ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും, തളർച്ച മാറ്റിയെടുക്കാൻ കഴിയും.